CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിലെ ദുരൂഹത ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. നോക്കുകൂലി തെളിഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കേന്ദ്രം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രശ്നത്തിൻ്റെ ഗൗരവം പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നത്? ഷോൺ, ആദ്യം തന്നെ പറയട്ടെ ചേട്ടാ, ഇത് 100% ടെക്നിക്കലായിട്ടാണ് SFIയുടെ അന്വേഷണം ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് സെക്ഷൻ 210 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് സെക്ഷൻ 210 അനുസരിച്ചുള്ള എൻക്വയറി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം പുറപ്പെടുവിച്ചത്. അതിനോടൊപ്പം ഹൈക്കോടതിയുടെ അതിന് മുൻപത്തെ സിറ്റിംഗിൽ ഹൈക്കോടതി ചോദിച്ച SFI എൻക്വയറിയെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം അറിയിക്കണം എന്ന് കൃത്യമായി തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ 210 അനുസരിച്ചുള്ള എൻക്വയറി ഓർഡറും അവിടെ ഹാജരാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അവിടെ ആവശ്യപ്പെട്ടത് SFIO അന്വേഷണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിലും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും 2 ആഴ്ച സമയമാണ്. ആ 2 ആഴ്ച സമയം എന്നത് കോടതി 20 ദിവസമാണ് സമയം അനുവദിച്ചത്. സ്വാഭാവികമായും കോടതിയുടെ മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ബാംഗ്ലൂർ ROC റിപ്പോർട്ട് അനുസരിച്ച് കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റം ഈ കമ്പനികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആക്ട് പ്രകാരം തന്നെ SFIO അന്വേഷണം മാത്രമേ ഇനി പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയൂ. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഇപ്പൊ പറയുന്ന പോലെ, ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ, AK ബാലൻ സഖാവ് പറഞ്ഞ പോലെ, സ്വാഭാവികമായി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു മന്ത്രാലയത്തിന് തീർച്ചയായിട്ടും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനകൾ പൂർത്തീകരിച്ചാണ് SFIയുടെ അന്വേഷണത്തിലേക്ക് പോയതെന്ന് ഞാൻ കരുതുന്നു. ടോണി, SFIയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ആരൊക്കെ വരും? ഇപ്പോൾ ഈ എക്സാലോജിക്കും അതുപോലെ CMRL-ഉം തമ്മിലുള്ള ആ ഇടപാട് മാത്രമാണോ, അതോ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? എക്സാലോജിക്കും CMRL-ഉം KSIDCയും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കാനാണെങ്കിൽ സെക്ഷൻ 210 അനുസരിച്ചുള്ള ആദ്യം പ്രഖ്യാപിച്ച അന്വേഷണം തന്നെ ധാരാളമായിരുന്നു. അതാണ് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനികളുടെ ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള ഒരു പ്രോപ്പർ അന്വേഷണം തന്നെ ആയിരുന്നത്. പക്ഷേ ഇതിന്റെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് 135 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ട്രേഡ് യൂണിയനുകൾക്കും മറ്റാളുകൾക്കുമായി വിതരണം ചെയ്തിട്ടുണ്ട്. ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികാരങ്ങൾ കൂടുതലുള്ള, അതായത് ക്രിമിനൽ കേസിൽ FIR ഇടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് CBI വന്നില്ലല്ലോ, ED വന്നില്ല. CBIയും EDയും അതിലൊക്കെ മുകളിലുള്ള ഏജൻസിയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയില്ല. അതിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏത് ഏജൻസിയെയും അവരുടെ അന്വേഷണത്തിൽ അവർക്ക് ഇതിനോടൊപ്പം സഹകരിപ്പിക്കാൻ കഴിയും. SFIO ആവശ്യപ്പെട്ടാൽ ഇന്ത്യയിലുള്ള ഏത് ഏജൻസി ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും അവർക്ക് കൈമാറേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഇന്നലെ ബാലൻ സഖാവ് പറഞ്ഞൊരു വിഷയമുണ്ട്. കൃത്യമായി പ്രോസിക്യൂഷനിൽ നിന്ന് എക്സെപ്ഷൻ ഇതിനകത്ത് അവർക്കുണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരുന്നു. കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് പ്രകാരം ഇനി ഇൻകം ടാക്സിന് ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി അവരാണ് CMRL ഈ തട്ടിപ്പ് അന്വേഷിച്ചത്. അങ്ങനെ അന്വേഷിച്ച PCITയുടെ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യാൻ വേറൊരു ഏജൻസിക്കും കഴിയില്ല, SFIക്ക് അത് കഴിയും. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പ്രകാരം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ, മാത്രമല്ല കറപ്ഷൻ മാത്രമല്ല, കേരളത്തിന്റെ തീരദേശത്തെ
നമ്മളെല്ലാം സങ്കടത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലിയില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാതെ പലായനം ചെയ്യുന്നു. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? കേരളത്തിൽ ഒരു വ്യവസായമില്ല. അങ്ങനെ കേരളത്തിലെ തീരദേശത്തിന്റെ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പെട്രോൾ എന്ന പോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അസറ്റായ ധാതുമണലിനെ ഒരു വ്യക്തിക്ക് വേണ്ടി കൊള്ള ചെയ്തു കൊടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പമുള്ള ആളുകളുടെയും ഒരു പറ്റം രാഷ്ട്രീയ നേതാക്കളും നടത്തിയ വലിയ ഗൂഢാലോചനയും അഴിമതിയും ഇതുവഴി പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.